ഒരു നന്മ അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു നന്മയിൽ ഉടനെ പ്രവേശിച്ചേക്കണം. അതുകൊണ്ടാണ് ഖുർആൻ ഓതുന്ന ആളുകൾ വിശുദ്ധ ഖുർആന്റെ മുഴുവൻ ഖത്ം തീർത്തു കഴിഞ്ഞാൽ സൂറത്തുൻ നാസിൽ നിർത്തിപ്പോകരുത്, ഉടനെ ഓതണം സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗങ്ങൾ ഓതിയിട്ടേ അവസാനിപ്പിക്കാവൂ. കാരണം എന്തേ? ഇനി ഞാൻ തുടങ്ങാൻ പോകുന്നുണ്ട്. ഇതൊരു അവസാനമല്ല, ഇതടുത്ത ഒരു തുടക്കത്തിന്റെ ഒരു തുടക്കവും കൂടിയാണ്. അവസാനിക്കുമ്പോഴേക്കും മറ്റൊന്ന് തുടങ്ങുന്നത്. റമദാൻ അവസാനിക്കുമ്പോഴേക്കും ശവ്വാലിന്റെ സുന്നത്തുകൾ, പിന്നെ മാസത്തിലെ 13, 14, 15 ദിവസങ്ങളിലെ സുന്നത്ത്, പിന്നെ തിങ്കളാഴ്ചയുടെയും അതുപോലെ വ്യാഴാഴ്ചയുടെയും സാധിക്കുന്ന ആളുകൾക്ക് എടുക്കാൻ, ഈമാനുള്ള ആളുകൾക്ക് നന്മ വർദ്ധിക്കാനുള്ള വഴികൾ ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്ന് തീരുമ്പോഴേക്കും മറ്റൊന്ന്. നിർത്തിപ്പോകരുത്. ഖുർആൻ ഖത്ം തീരുമ്പോഴേക്കും അടുത്ത ഖുർആനിന്റെ ആരംഭങ്ങൾ ഓതിവെക്കണം. അതുമാത്രമല്ല, നിങ്ങൾ ഖുർആൻ എടുത്തു നോക്കൂ. ഖുർആൻ എടുത്തു നോക്കിയാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുസാഫുണ്ടോ ഇവിടെ? മുസാഫ് പള്ളിയിലില്ല. ഒന്നുള്ള ആളുകളുടെ ഒന്ന് കൊടുത്തായി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس. ആ നാസ് എന്ന സീനിൽ അവസാനിച്ചു കഴിയുമ്പോ നിങ്ങൾ ശരിക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മിനൽ ജിന്നതി വന്നാസ്, മിനൽ ജിന്നതി വന്നാസ്. അല്ലാഹുവേ, ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നുമുള്ള പിശാചിൽ നിന്ന് നീ ഞങ്ങൾക്ക് കാവൽ തരയണമേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിന്റെ നാമം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ആരംഭിക്കുമ്പോ, ഓരോ സൂറത്തും അവസാനിക്കുമ്പോ അടുത്ത സൂറയിലേക്ക് ആരംഭിക്കാനുള്ള രീതിയിലാണ് അല്ലാഹു തആല ആ ആയത്തുകളുടെ അവസാനത്തിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് പറയുമ്പോ കുഫുവൻ അഹദും ബിസ്മില്ലാഹി അഹദുൻ എന്നല്ല, അവിടെ ഒരു മീമുണ്ട്. അഹദും എന്തേ? പിന്നെ നിങ്ങൾ ഓതുന്നത് ബിസ്മിയാണ്. അഹദും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ഹസദ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവസാനിക്കുമ്പോൾ സുക്കൂനാണ് വരിക. മിനൽ ജിന്നതി വന്നാസി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവിടെ സുക്കൂനിട്ട് അവസാനിപ്പിക്കല്ല. നിങ്ങൾ ഖുർആൻ അവസാനിക്കുമ്പോഴേക്കും തുടക്കത്തിലേക്ക് തന്നെ തിരിച്ചു വരണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫാത്തിഹ ഓതി കഴിയ വലല്ലാലീന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം. ഏത് സൂറത്തും അവസാനിക്കുന്നത് അടുത്ത സൂറയിലേക്ക് തുടങ്ങാൻ പറ്റുന്ന രീതിയിലാണ്. എങ്ങനെ? അടുത്ത ബിസ്മില്ലാഹി ഓതാൻ പറ്റുന്ന രീതിയിൽ. ഖുൽ ഹുവല്ലാഹു അഹദുല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദും ബിസ്മില്ലാഹ്. സൂറത്തുൻ നസ്ർ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് അവസാനിക്കുമ്പോ ഇന്നഹു കാന തവ്വാബാ. അവിടെ ഒരു മീമുണ്ട്. തവ്വാബം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ബിസ്മി ചേർത്ത് ഓതാൻ പറ്റും. ആ രീതിയിൽ ഒരു സൂറത്ത് അവസാനിക്കുമ്പോൾ അടുത്ത സൂറത്ത് തുടങ്ങാൻ പറ്റുന്ന രീതിയിൽ. എന്തിന്? നിർത്തിപ്പോകരുതേ. സൂറത്തുൽ മസദ് നോക്കൂ. ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. ഈ മസദ് എന്ന് അവസാനിക്കുമ്പോൾ ഒരു മീമുണ്ട്. എന്തിനാണത്? മസദിം ബിസ്മില്ലാഹി. തൻവീന് ശേഷം ഇസ്മിയുടെ ബാ വരുന്നത്. മസദിം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വളരെ കൃത്യമായി സൂക്ഷ്മമായി പരിശോധിച്ചു നോക്കുമ്പോൾ ഓരോ സൂറത്തും അവസാനിക്കുമ്പോ നിർത്തിപ്പോവല്ലേ, അടുത്തത് തുടങ്ങണം. തീർന്നിട്ടില്ല, ഇനി റമദാൻ വരുമ്പോ ഓതിയാൽ മതി എന്ന് പറയല്ലേ. ഇടക്കിടക്ക് ഖുർആനിന്റെ ഖത്മുകൾ തീർക്കണമേ.
നബി തങ്ങൾ സ്വഹാബിമാരോട് പറഞ്ഞു, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഖുർആൻ ഒരു മാസം കൊണ്ട് ഖതം തീർക്കണം. ഇവർ പറഞ്ഞു, നബിയെ ഞങ്ങൾക്കൊരു മാസത്തിന്റെ ആവശ്യമില്ലല്ലോ, അതിലും പെട്ടെന്ന് തീർക്കാമല്ലോ. ചില ആളുകൾ പറഞ്ഞു 10 ദിവസം, ചിലർ പറഞ്ഞു നബിയെ ഞങ്ങൾക്ക് 7 ദിവസം കൊണ്ട് കഴിയും, ചിലർ പറഞ്ഞു നബിയെ അതിലും കുറച്ച്. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വിശുദ്ധ ഖുർആനിനെ വളരെ ചിന്തിച്ചുകൊണ്ട് ഓതുകയാണ് നിങ്ങൾക്ക് ഉത്തമം. 3 ദിവസം കൊണ്ട് വരെ ഖതം തീർക്കാമെന്ന് പറഞ്ഞവരോട് നിങ്ങൾ സമയമെടുത്ത് ഓതലാണ് ഉത്തമം എന്ന് പഠിപ്പിക്കുന്ന രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുരുക്കി പറഞ്ഞാൽ ഫഇദാ ഫറഗ്ത ഫൻസുബ്, ഉന്മേഷം നഷ്ടപ്പെടാതിരിക്കുക. അടുത്ത റമളാൻ വരണ്ട, ഒരു ഖിയാമുൽ ലൈൽ തുടങ്ങാൻ, ഒരു തസ്ബീഹ് നിസ്കരിക്കാൻ, സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റുള്ള തഹജ്ജുദ് നിസ്കരിക്കണമെങ്കിൽ ഇനി റമളാനിന്റെ അവസാനത്തെ 10 വരട്ടെ എന്ന് കാത്തിരിക്കലിൻ തുടർന്നുകൊണ്ടിരിക്കൻ. ഇടക്കിടക്ക് എപ്പോഴും നന്മകളിലേക്കുള്ള ഉത്സാഹം ഒരിക്കലും കെടാതെ സൂക്ഷിക്കുവിൻ.